ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഓറിയോ ഇഡ്ഡലി കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്കൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വെറും 5 മിനിറ്റ് മാത്രം മതി. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ക്രീമിൻ്റെ പോർഷനൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് തന്നെ മൊത്തമായിട്ട് തന്നെ ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കയ്യിൽ ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പാലും ബിസ്ക്കറ്റും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അത് ബിസ്ക്കറ്റ് മൊത്തമായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10-15 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഓവർ ടൈമിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡോളം അരച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ, നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരാനും ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെ സഹായിക്കും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ആക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ആ ഒരു രൂപത്തിനനുസരിച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ പാല് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തണുപ്പുള്ള പാലും ചൂടുള്ള പാലൊന്നും എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീഴുന്ന ഈ ഒരു പരിവുണ്ടല്ലോ, ഇതല്ല കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഇത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല മധുരമല്ല ബിസ്ക്കറ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഒന്നും ആവശ്യമില്ല. ആ ഒരു പാലും ബിസ്ക്കറ്റും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. കണ്ടല്ലോ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു റിബൺ പരുവത്തിൽ വരും. കണ്ടല്ലോ, മുറിഞ്ഞ് പോവാതെ ഈ ഒരു രൂപത്തിൽ ആവുന്നത് വരെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് ഏറി പോവരുത് കേട്ടോ. കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മാവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററി ഒഴിച്ച് കൊടുക്കുമ്പോൾ നിറയെ ഒഴിച്ച് കൊടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഫില്ലിംഗ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഇല്ലെങ്കിലും ഏത് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതിനിപ്പോൾ കാഷ്യൂനട്ട്, റൈസിൻസ്, അതുപോലെ തന്നെ ബദാം ഒക്കെ കയ്യിലുണ്ടെങ്കിലും നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ജംസ് മിഠായിയൊക്കെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന മിഠായില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് കളർഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ പതുക്കെ വെച്ച് കൊടുക്കണേ, പ്രസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഒന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം നമുക്കിതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സാധാ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കില്ല, ആ ഒരു രൂപത്തിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെ ബർണറിൻ്റെ തീക്കനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി ചമ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ വേവുന്നതിൽ കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കുറച്ച് ടൈം മതി, എപ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ട്.
കണ്ടല്ലോ അത്യാവശ്യം നിറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ മുക്കാൽ ഭാഗം മാത്രമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടല്ലോ ഒന്ന് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ സാധാ നമുക്ക് കേക്കൊക്കെ ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ ഈർക്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീൻ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് നടത്താം. അപ്പോൾ അതിൽ കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേവാനുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ടൈമും കൂടി വെച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ ഇതിപ്പോൾ ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്കിത് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇളകി പോരും. ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് ഇഡ്ഡലി ചെമ്പായാലും ഒട്ടി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു റെസിപ്പിക്ക്. ഇനി നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടല്ലോ കൈ വെച്ചിട്ട് ആക്കുമ്പോഴേക്ക് തന്നെ എല്ലാ ഭാഗവും ഒന്ന് വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ അതിനിപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്തി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായാലും. കണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടയിലുണ്ടെങ്കിലും കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് റിച്ച് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് സെയിം റെസിപ്പി തന്നെ വേറെ ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് തനിയെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ഒന്ന് കാണാനുള്ള ആ ഒരു ഭംഗിയിൽ ഒന്ന് അട്രാക്റ്റീവ് ആവും. കണ്ടല്ലോ വലിയവർക്കായാലും ഒക്കെ നല്ലതുപോലെ തന്നെ ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ അതൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് തനിയെ കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാവുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.